നമസ്കാരം. എല്ലാവർക്കും ഷക്കീന ന്യൂസിൻ്റെ പക്ഷം മറുപക്ഷം പരിപാടിയിലേക്ക് സ്വാഗതം. കുര്യൻ എന്ന വാക്ക് ഗ്രീക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നാണ് പറച്ചിൽ. ആ വാക്കിൻ്റെ അർത്ഥം ഗോഡ്, പവർ, എനർജി എന്നൊക്കെയാണ്. ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ചില കുര്യന്മാർ ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെയാൾ വിദ്യാഭ്യാസവും അച്ചടിയുമൊക്കെ സാധാരണക്കാരൻ്റെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു വലിയ റെവല്യൂഷന് തുടക്കമിട്ട വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസാണ്. രണ്ടാമത്തെയാൾ ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ ധവള വിപ്ലവത്തിലൂടെ അമൂൽ എന്ന ചരിത്രം സൃഷ്ടിച്ച ശ്രീ വർഗീസ് കുര്യനാണ്. ഇതിൽ മൂന്നാമത്തെ കുര്യനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്, ശ്രീ VJ കുര്യൻ IAS. നാട് മുഴുവൻ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു വലിയ പദ്ധതി സ്വയം തോളിലേറ്റി ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒരു വലിയ മനുഷ്യൻ. നമുക്കിന്ന് സാറിനെ കേൾക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യത്തെ ചോദ്യം തന്നെ, സിവിൽ സർവീസ് എങ്ങനെയാണ് ഒരു താല്പര്യത്തിൽ, ലൈഫിൽ ഒരു താല്പര്യമായിട്ട് വന്നത്? അതെനിക്ക് തോന്നി എൻ്റെ സഹോദരന് V. ജോസഫ് തോമസ് IPS കിട്ടി. അദ്ദേഹം 1971 എൻ്റെ ഓർമ്മ. അന്നേരം അന്ന് ഫാദർ ഈ പോലീസ് സർവീസ്, അദ്ദേഹം വക്കീലായിരുന്നു. അദ്ദേഹം ക്രിമിനൽ കേസൊന്നും എടുക്കില്ല, സിവിൽ കേസ് മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. അന്നേരം അദ്ദേഹത്തിന് ഈ പോലീസിനോട് വലിയൊരു പ്രതിപത്തി ഇല്ലായിരുന്നു. ആൾ പറഞ്ഞു അവൻ IAS ആണ് എടുക്കേണ്ടിയിരുന്നത്, പക്ഷെ കിട്ടിയില്ല. അന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഓർമ്മ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, എന്നോട് പറഞ്ഞു നീയാണ് എൻ്റെ പ്രതീക്ഷ, നീ IAS എഴുതിയെടുക്കണം. അങ്ങനെയാണ് ഇതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് അതിലേക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഫോക്കസ് വന്നു. സാറിൻ്റെ കരിയറിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. തൃശ്ശൂർ ട്രെയിനി കളക്ടർ, മൂവാറ്റുപുഴ സബ് കളക്ടർ. ഒരുപക്ഷെ ആ കാലത്തൊരു ചെറുപ്പക്കാരന് ചിന്തിക്കാൻ പറ്റാത്തൊരു ഉത്തരവാദിത്തത്തിലേക്കാണ് മൂവാറ്റുപുഴ സബ് കളക്ടറുടെ ജോലിയിൽ നിന്നും ഔഷധിയിലേക്ക് MD ആയിട്ട് വെച്ചത്. ഞാൻ ഓർക്കുന്നുണ്ട് സാറ് പറഞ്ഞത്, ഒന്നെങ്കിൽ ഇത് അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ ഇത് നടക്കുമെന്ന് ഉറപ്പ് വരുത്തുക. പക്ഷെ ഇന്നും ഔഷധി നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതിപ്പോഴും നന്നായി വർക്ക് ചെയ്യുന്നു. അത്തരം ഒരു ഉത്തരവാദിത്തം കിട്ടിയപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി അതിലേക്കൊക്കെ പോകാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇത് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു മറുവശം നോക്കുകയാണെങ്കിൽ, എനിക്ക് വെറും 4 കൊല്ലം സർവീസാണ് ഉള്ള ഈ ഔഷധി എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ. ഇപ്പം നമ്മുടെ സ്വന്തം പിതാവിൻ്റെ ആണെങ്കിൽ പോലും നമ്മളെ അതിൻ്റെ MD ആക്കില്ല, കാരണം MD ലെവലിലാക്കിയ. പക്ഷേ അന്ന് AC ഷൺമുഖദാസ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു. അന്നേരം അദ്ദേഹത്തെ ഞാൻ നേരത്തെ മൂവാറ്റുപുഴ സബ് കളക്ടറായിട്ടൊക്കെ കണ്ടിരുന്നു. അന്നേരം അതാകെ ബുദ്ധിമുട്ടിലായിരുന്നു ഔഷധി. ആ സമയത്ത് എന്നോട് ചോദിച്ചു, നിങ്ങൾ വരുന്നോ അവിടെ എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം തോന്നി, എന്നാൽ പിന്നെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്താലോ, ട്രൈ ചെയ്ത് നോക്കാം. AC ഷൺമുഖദാസിനെ പോലെ താങ്കളെ പോലെ ആയിരക്കണക്കിന് പേരെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനെ നോക്കി അങ്ങനെ പറയുന്നതിന്റെ പുറകിൽ എന്താണ് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഇത്രയും നല്ലൊരു മന്ത്രി ഉണ്ടായിരുന്നില്ല അദ്ദേഹം. ഞാൻ പറയുന്നത് വെറുതെ ഒരു കണ്ടീഷൻ പറഞ്ഞു, സാറേ ഇതിൻ്റെ അകത്തൊക്കെ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങിയാൽ ശരിയാകില്ല, യൂണിയനൊക്കെ കുറച്ചൊക്കെ നമ്മളൊരു മിതത്വം കൊണ്ടു നടന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വിശ്വസിക്കില്ല, ഞാൻ 3 കൊല്ലം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ പോലും ഒരു കാര്യം വിളിച്ചു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഇന്ന് മരിച്ചുപോയി. പക്ഷേ വളരെ നല്ലൊരു മന്ത്രിയായിരുന്നു. അന്നേരം അദ്ദേഹം ഇങ്ങനൊരു ഉത്തരവാദിത്വം തന്നപ്പോൾ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു അത്. ശരിക്കും നമ്മൾ ഈ സബ് കളക്ടർ എന്നൊക്കെ പറഞ്ഞ് ഈ അധികാരവും റെഗുലേറ്ററി ആയിട്ടുള്ളൊരു സെറ്റപ്പിൽ നിന്ന് നമ്മളൊരു പെർസ്വേസീവായിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ടു നടക്കാനായിട്ട്, മറ്റേ നമുക്ക് അധികാരമാണല്ലോ, ഇത് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇന്ന നടപടി എടുക്കണം. ഇതിൽ നമ്മളൊരു ബിസിനസ് പഠിച്ചു, മാനേജ്മെൻറ്റ് സ്കില്ല് പഠിച്ചത് സത്യത്തിൽ പറഞ്ഞാൽ ഈ ഔഷധിയിൽ ആ ഒരു 3 വർഷമാണ് എൻ്റെ നോട്ടത്തിൽ എൻ്റെ കരിയറിൻ്റെ വളരെ ഒരു ക്രോസ് ടേൺ അറൗണ്ട്, അല്ലെങ്കിൽ ഒരു ക്രോസ് റോഡ്സിൽ നിന്ന് നമ്മളൊരു കറക്റ്റ് ഡയറക്ഷൻ എടുത്ത ഇത്. ഞാൻ അവിടുന്ന് വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ ആലപ്പുഴയിലോട്ട് വരികയാണ്. ആലപ്പുഴ കളക്ടറായിരുന്ന കാലത്താണ് ഒരുപക്ഷെ കേരളത്തിന് പരിചയമില്ലാത്ത ഒരു കോൺസെപ്റ്റ് സാറ് ഷെയർ ചെയ്തത്. സാറ് നടക്കാൻ പോയിരുന്ന കടപ്പുറത്ത് ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടെ മനുഷ്യർക്ക് വരാനും പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാവണമെന്ന് വിചാരിച്ചൊരു പബ്ലിക്കിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റോട് കൂടി ഒരു പാർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റി അവരെ പുനരധിവസിപ്പിച്ച്
ഒരു ജനക്കൂട്ടത്തിൻ്റെയും കൂടെ സപ്പോർട്ട് കൂടി ഒരു പാർക്കൊക്കെ അന്ന് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു തോന്നൽ എവിടെ നിന്നുണ്ടായി? മനുഷ്യർ കൂടും, നമ്മുടെ കൂടെ സഹകരിക്കും എന്നൊക്കെ ഒരു തോന്നൽ ജനറേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഞാൻ കളക്ടറെ വീട് ഈ ബീച്ചിനോട് വളരെ അടുത്താണ്. അന്നേരം ചിലപ്പോഴൊക്കെ ഞാൻ നടക്കാൻ പോകും. അന്നേരം ഞാൻ പൊതുവെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഞാൻ വലിയ എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആളാണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് മോൻ തീരെ ചെറുതായിരുന്നു. അവനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടു നടക്കാനായിട്ട് ഈ കടപ്പുറത്ത് അന്നേരം അവിടെ എന്തൊരു വേസ്റ്റായിട്ട് കിടക്കും. പക്ഷേ എത്രയോ ആൾക്കാർ വരുന്നു. അന്നേരം എനിക്ക് ഇങ്ങനെ ഒരു വെറുതെ ഒരു കോൺസെപ്റ്റ് തോന്നി, എന്തുകൊണ്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കാം. അന്നേരം ഈ പാർക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ ആശയത്തിൽ തോന്നുന്നു, എളുപ്പമെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ നിറ്റിഗ്രിറ്റിയിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് വളരെ പണമില്ല, ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനെന്നും ഈ ഒന്നുമില്ലായ്മയെന്ന് ഒരു ദൈവാനുഗ്രഹം എനിക്ക് പെട്ടെന്ന് തോന്നി. എന്തുകൊണ്ട് അവിടെ അന്നേരം നോക്കിയപ്പോൾ അവിടെ കുറേ ആൾക്കാർ അനധികൃതമായി താമസിക്കുകയാണ്. അന്നേരം ഒരു പക്ഷേ ഈ റീഹാബിലിറ്റേഷൻ എന്നൊരു സ്കീം എൻ്റെ മനസ്സിൽ തോന്നുന്ന അന്നാണ്. അതായത് നമ്മൾ മനസ്സിലാക്കി അവരൊക്കെ അതിന് ഞാൻ മൂവാറ്റുപുഴ സബ് കളക്ടർ ആയിരുന്നപ്പോൾ ഈ പറവൂർ റോഡ് എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ നമ്മൾ പൊളിച്ച് കളഞ്ഞ് എല്ലാം വീതിയൊക്കെ കൂട്ടി വന്നു. പക്ഷെ അന്ന് നമ്മളൊരു റീഹാബിലിറ്റേറ്റ് ചെയ്തു. ഇവർക്ക് ആളെന്തിനാ അവിടെ വന്ന് താമസിക്കുന്നത്? അയാൾക്കൊരു വീടില്ലാത്ത. അന്നേരം ആൾക്ക് ഒരു വേറൊരു ഓപ്ഷൻ കൊടുത്താൽ അവർ പോകും എന്ന് എനിക്ക് ബോധ്യമായിരുന്നു. അങ്ങനെയാണ് അവിടെ ഈ അനധികൃതമായി താമസിക്കുന്ന വ്യക്തികളെ എല്ലാവരെയും നമ്മൾ ആലപ്പുഴയ്ക്ക് അടുത്ത് തന്നെ മാരാരിക്കുള്ള അടുത്തായിട്ടൊരു സ്ഥലത്ത് മിച്ചഭൂമി ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ച് എല്ലാവർക്കും, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 10 സെൻറ്റ് സ്ഥലം വെച്ച് എല്ലാവർക്കും കൊടുത്തു. നമ്മൾ പിന്നെ ഒരു വീട് പണിയാനായിട്ടൊരു ലോണ് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നൊക്കെ ഇടപാട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ പണം എൻ്റെ ഒരു പൈസ പോലും ഇല്ല. പക്ഷേ അന്നേരം എനിക്ക് തോന്നി, അന്നേരം ഈ കളക്ടർക്ക് ഒത്തിരിയധികം പവേഴ്സുണ്ട്, ഫിനാൻഷ്യൽ പവേഴ്സ്. അതായത് അത് നമ്മൾ എങ്ങനെ ഇപ്പം ഉപയോഗിക്കുന്നു എന്ന നിലയ്ക്കായിരിക്കും. SCA to SCP എന്ന് പറയുന്ന ഒരു സ്കീമാണ്. അതായത് സ്പെഷ്യൽ സെൻട്രൽ അസിസ്റ്റൻസ് ടു സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാൻ. അതായത് ഏത് വകുപ്പിൻ്റെയും 10% SC ST ഉള്ള ആൾക്കാർക്ക് കൊടുക്കണമെന്നാണ്. അതിൻ്റെ അകത്ത് പോരാതെ വന്നാൽ വേറൊരു ഫണ്ടുണ്ട്. ആ ഫണ്ട് വെച്ചിട്ട് നമുക്ക് പിന്നെയും ഹെൽപ്പ് ചെയ്യാം. അന്നേരം എനിക്ക് തോന്നിയൊരു ബുദ്ധിയായിരുന്നു, അന്നേരം ഈ SC ST പെട്ട ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക. അന്നേരം അവരെ ട്രെയിനിങ് എവിടെയാണ് നടത്തിയത്? നമ്മൾ മതിൽ പണിയാനായിട്ട്. അന്നേരം അതിനുള്ള പണം ഗവൺമെൻറ്റിൽ നിന്ന് വന്നു. ഇവരെ നമ്മൾ മതിൽ, അതായത് കല്ലാശ്ശേരി പണി പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ FFD എന്ന് പറയുന്നത് ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, അവരുടെയിലും പണമുണ്ട്. അന്നേരം അവർക്ക് കുളം കുത്താനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. അന്നേരം അവിടെ ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിനെ നമ്മൾ വലുതാക്കി. അന്നേരം ആ കിട്ടിയ മണ്ണ് വെച്ചിട്ട് ബാക്കി ഭാഗം ലെവൽ ചെയ്തു. അങ്ങനെ അന്നേരം എല്ലാം റെഡിയായി വന്നു. അന്നേരമാണ് നമുക്ക് തോന്നി ബാക്കി എക്യുപ്മെൻറ്റ്സ് വേണമല്ലോ കുട്ടികൾക്ക് വരാനായിട്ട്. പിന്നെ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെ ചെയർമാൻ കളക്ടറാണ്. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അതിന് ചെയർമാൻ. കളക്ടർ ഒത്തിരിയധികം ആണ്. അന്നേരം നമ്മളെങ്ങനെ അതിനെ സമന്വയിപ്പിക്കുന്നു എന്ന് വിചാരിച്ചാണ്. അന്നേരം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയെ കൊണ്ട് അവരോട് പറഞ്ഞ് നിങ്ങളൊരു പുല്ല് പിടിപ്പിക്കുക നിങ്ങളുടെ പണം വെച്ചിട്ട്. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനെ കൊണ്ടൊരു ചെറിയൊരു വഞ്ചി വാങ്ങിച്ചു ഈ കുളത്തിൻ്റെ അകത്ത് ഇടാനായിട്ട്. അത് അന്നേരം അന്നൊക്കെ പൈസ എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ള സമയം. അങ്ങനെ ഇതെല്ലാം ലെവല് വന്നപ്പോഴാണ് ഈ രവി കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ കോയർ എക്സ്പോർട്ടറായിരുന്നു. അദ്ദേഹം ഇപ്പം ഇല്ല. ഞാൻ ഒരിക്കൽ ഫോൺ വിളിച്ചു, ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഇന്നൊരു ഒരു ചെറിയ ടോയ് ട്രെയിന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അഹമ്മദാബാദിലാണ്. ഞങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ല, ഇദ്ദേഹം അതൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിടാം. ഇയാൾ എന്നോട് പറഞ്ഞു പേരൊന്നും ഇട്ടില്ല, ഞാനിതൊരു സംഭവം എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു ഉദ്ദേശം 2.5 ലക്ഷം രൂപ വരും. അന്നത്തെ ADM ആയിരുന്നു നാരായണയ്യർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അതിനെന്താ, ഈ ADM അവിടെ ചെന്നു, അന്നേരം തന്നെ ഒരു 2.5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതും. അങ്ങനെ നമ്മൾ ടോയ് ട്രെയിൻ സംഘടിപ്പിച്ചു. അന്ന് സെൻറ്റ് ജോർജ് കോടയെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പോപ്പിയും സെൻറ്റ് ജോൺസിൻ്റെ അദ്ദേഹമായിട്ട് ഞാൻ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ ഞങ്ങൾ ഒരു കുറേ ഈ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതൊന്ന് സ്പോൺസർ. അതിനെന്താ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കടക്കാർ, പിന്നെ അവിടുത്തെ ജ്വല്ലറി, ഈ പാലാത്ര എനിക്കൊന്ന് ജ്വല്ലറി, അവർ ഇങ്ങനെ ഓരോരുത്തരേക്കുന്ന ഓരോ എക്യുപ്മെൻറ്റ് വേണ്ടി. അതിൻ്റെ നമ്മൾ പറഞ്ഞൊരു സ്ട്രാറ്റജി ഇതാണ്, നിങ്ങൾ തന്നെ ഒന്ന് ഫിറ്റിങ് ചെയ്ത് തരണം, നിങ്ങളുടെ പേര് എഴുതാം. സെൻറ്റ് ജോർജിന് നമ്മൾ കുട വെച്ചും രവി കരുണാകരന് അത് പോലും വെക്കാനായിട്ട് സമ്മതിച്ചില്ല.
അങ്ങനെ വന്ന് അത് കഴിഞ്ഞ് പിന്നെ സോഷ്യൽ ഫോറസ്ട്രിക്കാരുണ്ടായിരുന്നു. അവരുടെ പണം എടുത്തിട്ട് നമ്മൾ അവിടെ മുഴുവൻ ചെടി വലിയ മരങ്ങൾ വെപ്പിച്ചു. പിന്നെ അന്ന് ഈ സോളാറിൻ്റെ വരുന്ന സമയമാണ്. അന്നേരം ഈ അനേർട്ട് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്, ഇപ്പോഴും ട്രിവാൻഡ്രത്തുള്ളതാണ്. അന്നേരം അവരോട് ഞാൻ പറഞ്ഞു, അന്നേരം നമ്മൾ IAS കാരനാകുമ്പോൾ അവിടുത്തെ സെക്രട്ടറിയോട് പറഞ്ഞു, ഈ അനേർട്ടിൻ്റെ, ഞാൻ ആളുടെ പേര് മറന്നുപോയി, അദ്ദേഹം ഒരു ലാമ്പ് പോസ്റ്റ് ഈ സോളാർ പാനൽ വെച്ചിട്ട് ഈ ട്യൂബ് പിടിപ്പിച്ചു. എന്നിട്ട് ഇതൊരു വലിയ ഒത്തിരി സാധനം ഉണ്ടായി. അന്നേരം വലിയ ആദ്യകാലത്ത് അത്ര പ്ലാനിങ് ഇല്ലായിരുന്നു. പിന്നെ നിർമ്മിതി കേന്ദ്രയോട് കളക്ടർക്ക് കുറേ അധികാരം, കളക്ടറായ നിർമ്മിതിയുടെയും ചെയർമാൻ ഒരു അജയ് എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, നല്ല മിടുക്കനായിരുന്നു. ഈ അജയനാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പ്ലാനിങ് ഒക്കെ വരച്ചു. അങ്ങനെ പല ആൾക്കാരിൽ നിന്നുണ്ടായ ഒരു സംരംഭമാണ് ഈ പാർക്ക്. കൊച്ചി എയർപോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു മീറ്റിംഗ് അന്നത്തെ MP ആയിരുന്ന KV തോമസ് ഓർഗനൈസ് ചെയ്യുന്നു. കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകളുടെ മീറ്റിങ്ങിന് പോകേണ്ടെന്ന് ചീഫ് സെക്രട്ടറിക്ക് പോകാൻ പറ്റാതെ വരുന്നു. അങ്ങേ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വിടുന്നു. അവിടെ എവിടെയോ ഒരു സ്ഥലത്തിരുന്ന് അങ്ങേ ശ്രീ മാധവറാവ് സിന്ധ്യ വിളിക്കുന്നു, ചോദിക്കുന്നു, നിങ്ങൾക്കൊരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? അവിടുന്ന് സാർ തിരിച്ചു വരുന്നു, ശ്രീ K കരുണാകരനോട് കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്യുന്നു. വീണ്ടും അവനവൻ്റെ ജോലിയായിട്ട് തിരിച്ചു പോകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വിളി വരുന്നു, നമുക്ക് എയർപോർട്ടിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. പലയിടത്തും അവരെ കൊണ്ടുപോയിട്ട് സംതൃപ്തിയാവാതെ നിങ്ങൾക്കൊരു സ്ഥലം പോലും കണ്ടുപിടിച്ച് തരാൻ പറ്റില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് നെടുമ്പാശ്ശേരിക്ക് നിങ്ങൾ പോയത്. ശരിക്കും നെടുമ്പാശ്ശേരിയിൽ പോയി നിന്ന് അവരെ ആ സ്ഥലം കാണിക്കുന്ന സമയത്ത് ഒരു എയർപോർട്ട് കുര്യൻ എന്ന പേര് അങ്ങേക്ക് ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എവിടെ നിന്നാണ് അത് ഹൃദയത്തിൽ സ്വീകരിച്ചത്, ആ എയർപോർട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചത്? അതായത് ഇവർ ഇങ്ങനെ സ്ഥലം കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പം എയർപോർട്ട് അതോറിറ്റി പറഞ്ഞു, ഞങ്ങളുടെ പണമൊന്നുമില്ല, നിങ്ങൾ എന്തുകൊണ്ട് പണം റേസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ചീഫ് സെക്രട്ടറിക്ക് ലെറ്റർ പോയി, ഞാനിത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു, ഇങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, താനൊരു കാര്യം ഒന്ന് വല്ല ആലോചിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ആലപ്പുഴയിലെ അനുഭവം വെച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പല ഏജൻസീസിനെ ഒത്തൊരുമിച്ച് എന്തുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ മൂവാറ്റുപുഴയായിരുന്നപ്പോഴും അവിടെ ഒരു പാർക്കുണ്ടാക്കി, അതൊക്കെ ചെയ്തിരുന്നു. ഔഷധിയിലാണ് ആ പുതിയ ഫാക്ടറി മുഴുവൻ പണിത് ഞാനാണ്. ആലപ്പുഴയാണെങ്കിലും ഒരു പാർക്കുണ്ടാക്കി. നമ്മുടെയൊക്കെ ഈ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു IAS കാരനാകുക, എറണാകുളം കളക്ടറാകുക, ഇതൊക്കെ ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നമ്മൾക്ക് സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. രണ്ട്, നമ്മുടെ ഒരു വ്യക്തിപരമായിട്ട് നമ്മൾ എന്തെങ്കിലും നേടി എന്ന് നമുക്ക് ഈ റിട്ടയർ ചെയ്യുമ്പോൾ തോന്നാനായിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റിലാണ്, ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞ് കിടക്കുന്നൊരു സമയമായിരുന്നു. ആ കമ്മിറ്റിയെ ഞാൻ ഡിസ്മിസ് ചെയ്തു, കോടതിയിലൊക്കെ പോയി. ഇത്തിരി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇത്തിരി ടഫായിട്ട് ഡിസിഷൻ. എന്നിരുന്നാലും ആ സമയത്ത്, ആ എറണാകുളം കളക്ടറായിരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ പണിത് തീർക്കുന്നത്. പക്ഷേ എനിക്കതിൻ്റെ ഉദ്ഘാടനം നിൽക്കാൻ പറ്റിയില്ല. ഞാൻ പോയി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ശ്രീമതി സോണിയാഗാന്ധി വന്നിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അതിൻ്റെ മെയിൻ പണികൾ ഞാനും ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റയും കൂടെയാണത് മുഴുവൻ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഇതൊക്കെ ഇങ്ങനെ ചെയ്തു. എന്നാൽ പിന്നെ നമുക്കൊരു ലാർജ് സ്കെയിലിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഈ എയർപോർട്ട്. ഞാൻ വിശ്വസിച്ചിരുന്നത് ഉദ്ദേശം 25 ലക്ഷം മലയാളികൾ ഈ ഗൾഫിലും മറ്റുള്ള പല രാജ്യങ്ങളിലുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു 4 ലക്ഷം പേര് 5,000 രൂപ. അതിനെ കണക്ക് കൂട്ടി. അന്ന് $139 ആണ്ടാണ് ഈ കൺവേർട്ട് ചെയ്യും, 5,000 രൂപ. അന്നേരം ഈ $139 അല്ലെ $140 ആ ഒരു വ്യക്തി നേരത്തെ ബോംബെ വന്ന് കൊച്ചി വരണം, 2 ദിവസം പോവും, തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ പോകും. അന്നേരം ഈ 4 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ശമ്പളം മാത്രം കൂട്ടിയാൽ മതി, ഇതിന് മുകളിൽ പൈസ കിട്ടും. എന്തുകൊണ്ട് ആൾക്കാർ ചെയ്യില്ല എന്ന് ഞാൻ സ്വയമായി വിശ്വസിച്ചു, ജെന്യുവനായിട്ട് വിശ്വസിച്ചു. പക്ഷേ കളത്തിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, അങ്ങനെയൊന്നും ജനത്തിന് അങ്ങനെയൊന്നും വിശ്വാസമില്ല. $100 കൊടുക്കണമെങ്കിൽ വലിയ ആലോചന ഉണ്ടാവും. 2, തിരിച്ച് ഞാൻ എന്നിൽ തന്നെ തിരിച്ചു നോക്കിയപ്പം എനിക്ക് വളരെ ചെറുപ്പമായ ഒരു വ്യക്തി, എയർപോർട്ടിനെ പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. 3, പൈസയില്ല കയ്യിൽ. 4,
ലാൻഡും ഇല്ല. ഞാൻ എൻ്റെ നാക്കിൻ്റെ ഒരു മിടുക്ക് എന്നതിൻ്റെ അപ്പുറത്ത് യാതൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ കുറേ സമയം എടുക്കും. എന്നിട്ട് എൻ്റെ ഇപ്പോൾ ഉത്തമ വിശ്വാസമാണ്, ആരാണ് 5000 രൂപ ഇടാത്തത്? അത് നമ്മൾ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ബോംബെ ചിലവാക്കുന്ന ആ പണം, ആ ബുദ്ധിമുട്ട് മാത്രം മതി. അത് ഞാൻ ചോദിക്കുന്നത് ലോണായിട്ടാണ്. അതായത് 5000 രൂപ തരികയാണെങ്കിൽ 2500 രൂപയുടെ കിസാൻ വികാസ് പത്രിക വാങ്ങിച്ച് തിരിച്ചു തരും. അതായത് 5.5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പണം മുഴുവൻ തിരിച്ചു കിട്ടും. എൻ്റെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഇരിക്കുന്ന 2500 രൂപ ഇൻറ്റു 4 ലക്ഷം, അങ്ങനെയാകുമ്പോൾ 100 കോടി രൂപയായി. പിന്നെ ഈ ബാക്കിയുള്ള ഈ അന്നത്തെ കിസാൻ വികാസ് പത്രിക അല്ലെങ്കിൽ ഇന്ദിരാ വികാസ് പത്രിക നമ്മൾ വാങ്ങിച്ച ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ 75% ലോണായിട്ട് തരും കേരള ഗവൺമെൻറ്റിൽ. ആ പണം ഈ സൊസൈറ്റിക്ക് തരും. 175 കോടിയായി. അന്നേരം 100 പ്ലസ് 75, പിന്നെ 25 കോടി നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഈ എയർപോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് എയർലൈൻസുകൾ, ഫോറിൻ എക്സ്ചേഞ്ച്, പിന്നെ ഇവിടുത്തെ വ്യാപാരികൾ, എല്ലാവരും ഡൊണേഷനുമായിട്ട്. അങ്ങനെ ഓൺ പേപ്പർ ഇത്രയും നല്ലൊരു സ്കീമില്ല. പക്ഷെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, മനുഷ്യൻ ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് എന്ത് വിവരമുള്ളത്, ഇത് മോഷ്ടിച്ചു പോയില്ല എന്നെങ്ങനെയാണ്. മലയാളികളെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പക്ഷേ നമ്മൾ പണം പിരിക്കാൻ നോക്കിയപ്പോൾ ആകെ കിട്ടിയത് 5.25 കോടി രൂപയാണ്. 200 കോടി രൂപ പിരിക്കുമെന്ന് പറഞ്ഞിടത്ത് കിട്ടിയത് 5.25 കോടി. അന്നേരം CM-നും വന്ന് അങ്ങനെ ദേഷ്യമായി. പറഞ്ഞു തന്നെ ഞാൻ വിശ്വസിച്ചിട്ട് ഇതെങ്ങനെ. അന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കമ്പനി ഉണ്ടാക്കാം. ഇത് ഓരോ സമയവും നമ്മളിങ്ങനെ സാഹചര്യം അനുസരിച്ചിട്ട് ഇതാണ്. ഇപ്പം ഞാൻ ഒരിക്കൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിൽ അവരെന്നെ വിളിച്ച് ഇവർക്ക് തന്നെ അത്ഭുതം, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് ഒരു പ്ലാനിങ്ങും ഇല്ല. നമ്മളൊരു പ്ലാൻ ചെന്നു, അവിടെ ചെന്നപ്പോൾ അത് നടക്കില്ല എന്ന് കണ്ടപ്പം അടുത്ത പ്ലാനായി. അവരൊക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് ജാർഗണിൽ ഇതൊന്നും നടക്കാൻ അല്ലാത്ത. പക്ഷേ ഞാൻ സക്സസ് ആക്കി, അതൊരു വേറെ വശം. അതായത് അവിടെയാണല്ലോ നമ്മുടെ മിടുക്ക് വരുന്നത്. നമ്മളൊരു എതിർപ്പ് വരുമ്പോഴാണ് എനിക്ക് വാശിയായി, നമ്മൾ ഇത് നടത്തും. പക്ഷെ ഒരു ലോങ് സ്ട്രഗിളായിരുന്നു, ഉദ്ദേശം 6 വർഷത്തെ സ്ട്രഗിൾ. പക്ഷെ മറുവശമുണ്ട്, നമ്മളൊരു കോൺസെപ്റ്റ് 93-ൽ പറഞ്ഞു, 92 അവസാനം പറഞ്ഞു. എനിക്ക് വെറും 9 കൊല്ലം സർവീസേ ഉള്ളൂ. ഒരു കോൺസെപ്റ്റ് പറഞ്ഞ് 6-ാം കൊല്ലം ഞങ്ങൾ ലാൻഡ് പണം ഉണ്ടാക്കി ലാൻഡ് വാങ്ങിച്ച് പ്ലെയിൻ ഇറക്കി കാണിച്ചു. ഇത് ഒന്ന് കമ്പയർ ചെയ്യേണ്ടത് കണ്ണൂർ എയർപോർട്ടുമായിട്ടാണ്. കണ്ണൂർ എയർപോർട്ട് 97-ലാണെന്ന് എൻ്റെ ഓർമ്മ, 97-ലോ 98-ൽ തുടങ്ങിയിട്ട് നമ്മൾ ഈ കണ്ണൂർ എയർപോർട്ട് ഇത്രയും ബാക്കിംഗ് ഉണ്ടായിട്ടും they took more than 20 years to do it. പക്ഷേ ഇത് നമ്മൾ 6 വർഷം കൊണ്ട് നമ്മളൊരു തീരുമാനത്തിലെത്തി. അതായത് ഒരു കോൺസെപ്റ്റ് തൊട്ടിട്ട് പ്ലെയിൻ ഇറക്കി കാണിച്ചു. അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമ്മുടെയൊക്കെ കഴിവിനും അപ്പുറമായിരുന്നു. ഇങ്ങനെ കറക്റ്റായിട്ട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ കൂടി. അത് പിന്നെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ബാക്കിങ്, ആദ്യകാലത്തെ ആ ഒരു ഇനീഷ്യൽ ഹെസിറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെൻറ് ബാക്ക് ചെയ്തു. പ്രത്യേകിച്ച് E.K. നായനാർ സാർ വന്ന സമയത്തും ഭയങ്കരമായ ബാക്കിംഗ് ഉണ്ട്. ആദ്യകാലത്ത് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു സന്ദേഹമായിരുന്നു. പക്ഷേ അതിന് ശേഷം ഫുൾ ബാക്കിംഗ് ഉണ്ട്. ആ 3 വർഷം, ശരിക്കും 3 വർഷം കൊണ്ടാണ് കൺസ്ട്രക്ഷൻ നടത്തിയത്. ഈ ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ആയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേസുകൾ കളിച്ചു, കേസ് തോറ്റു പോകുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ, പണമില്ലാതിരിക്കും, ഞങ്ങളൊക്കെ ശമ്പളം ഇല്ലാതെ പോകുന്നു. ഇതെല്ലാം ഒരു ഭാഗമാണ്. പക്ഷെ നമുക്കൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് അത് വിജയിക്കും എന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന ഒരു സോളാർ പാടം, അതും മറ്റൊരു റെവല്യൂഷനാണ്. ഞാൻ വിചാരിക്കുന്നില്ലേ ഒരു എയർപോർട്ട് അതോറിറ്റിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉയർന്ന നിലയിലുള്ള ഒരാൾക്ക് സ്വന്തം എയർപോർട്ടിനെ വൈദ്യുതി സ്വയം പര്യാപ്തമാക്കാൻ പറ്റുമെന്നൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അത്ര വലിയ ഈ ഒരു സോളാർ എനർജി ഒന്നും അത്ര വലിയ എഫിഷ്യൻ്റ് ഒന്നും ആയിട്ടില്ല നമ്മുടെ നാട്ടിൽ. എന്നിട്ടും അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യത്തിലേക്ക് വന്നതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ്? ഇത് ഉണ്ടായതെന്ന് വെച്ചാൽ 2013 KSEB 5 രൂപ 50 പൈസയായിരുന്നത് ഒരു യൂണിറ്റിൻ്റെ പവർ 7 രൂപ 60 പൈസയിലേക്ക് മാറ്റി. വലിയൊരു റേറ്റായിരുന്നു. 2 രൂപ വെച്ചിട്ട് 50,000 യൂണിറ്റ് എന്ന് വെച്ചാൽ 1,00,000 രൂപയുള്ള ഒരു ദിവസത്തെ ഒരു വ്യത്യാസം വന്നല്ലോ. അന്നേരം നമ്മൾ ഇങ്ങനെ ആദ്യമൊന്നും ഞങ്ങളുടെ എൻജിനീയേഴ്സിനോട് പറഞ്ഞു നമ്മളൊന്ന് ട്രൈ ചെയ്യുക. അന്ന് ജോസ് തോമസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു എൻജിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഞങ്ങൾ 100 കിലോ വാട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 മെഗാവാട്ട്
ചെയ്യാൻ നോക്കി. അന്നേരം വലിയ മോശമില്ല, 4000 യൂണിറ്റ് ഒരു മെഗാവാട്ടിൽ നിന്ന് ഒരു ദിവസം ആവറേജ് കിട്ടുമെന്ന് പറയും. ആ സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് പറയേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു. അന്ന് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ ഇങ്ങനൊരു ഐഡിയ ഉണ്ട് എനിക്ക്, നമ്മൾ സോളാർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പവർ സേവ് ചെയ്യാം, അതായത് നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാം. 2 ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായിരുന്നു. ഒരു ഞാൻ അദ്ദേഹത്തിനോട് പ്രത്യേകം ചോദിക്കാൻ കാര്യം, ഞങ്ങളുടെ കമ്പനിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. അന്ന് ഈ സോളാർ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. ഒരു എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ജാള്യത ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് എന്നോട് പറഞ്ഞു, കുര്യൻ ഇത് രാഷ്ട്രീയമാണ്, നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും ബോധം, നിങ്ങൾ മുന്നോട്ട് പോയിക്കും. ശരിക്കും പറഞ്ഞാൽ അന്ന് അദ്ദേഹം തന്ന ആ ഒരു സപ്പോർട്ടായിരുന്നു ഈ 100% സോളാറിൽ. ഈ സോളാർ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്, അത്രയധികം അദ്ദേഹം മാനസികമായിട്ട് ഒത്തിരി വിഷമിക്കുന്ന സമയത്താണ്. പക്ഷേ എന്നോട് പറഞ്ഞു, അതൊന്നും നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ രാഷ്ട്രീയം, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടൻ തന്നെ 1000 മെഗാവാട്ട് എന്നുള്ളത് പിന്നെ 13 മെഗാവാട്ടും കൂടെ കൂട്ടി നമ്മൾ 2015 100% സോളാർ. ഈ കാലത്തിനിടയ്ക്ക് 5 വർഷം കൊണ്ട് 11 കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ചില സാധ്യതകളൊക്കെ സാറിന് മുമ്പിലെത്തി. സാറിന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ സാറ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞൊരു മറുപടി, സാറിൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ലായിരുന്നതുകൊണ്ട് സാറത് വേണ്ടെന്ന് വെച്ചു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ സങ്കടപ്പെടുത്തുന്നതാണ്. അല്പം പൈസയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ ചരിത്രത്തിൽ സാറിനെപ്പോൾ ഇത്രയും വിദ്യാഭ്യാസം, ഇത്രയും അറിവും, ഇത്രയും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരാൾ ഭാര്യ പറയുന്നത് കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. എങ്ങനെയാണ് ഈ കുടുംബം, ഈ ഒരു ഫാമിലി ലൈഫ് ഇത്രയും ബാലൻസ്ഡ് ആയി കൊണ്ടുപോകുന്നത്? ഫുള്ള് ഫാമിലി മാനേജ് ചെയ്തിരുന്ന വൈഫ് തന്നെയായിരുന്നു. അന്നേരം കുട്ടികൾ ചിലപ്പോൾ മോനൊക്കെ അന്ന് ആദ്യകാലത്തൊക്കെ മോൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഇവൻ വന്ന് നേരത്തെ ഞാൻ വരുമ്പോഴത്തേക്ക് രാത്രി 9 മണിയൊക്കെ ആവും, ഇവൻ ഉറങ്ങിക്കാണും. രാവിലെ ഞാൻ എണീറ്റ് ചിലപ്പോൾ 7 മണിയാകുമ്പോൾ പോകും. അന്നേരമായിരിക്കും ആൾ എണീറ്റ് സ്കൂളിൽ പോകുന്നത്. ചിലപ്പോൾ ഞാൻ കണ്ടിട്ട് പോലും കാണില്ല. ആഴ്ചകൾ കൊടുത്ത് ഞായറാഴ്ച മാത്രമാണ്. അത് ഞായറാഴ്ച ഞാനെങ്ങും പോവില്ല. അതെന്ന് വെച്ചാൽ ഞായറാഴ്ച ഒന്നെങ്കിൽ ഞാൻ വീട്ടിൽ കാണും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ അന്വേഷിക്കാനായിട്ട് ഞാൻ പോകും. പക്ഷേ അന്നാണ് ആളെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതൊക്കെ വൈഫാണ് ഇത് മുഴുവൻ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം വൈഫ്, പിന്നെ നമ്മളെന്താണ്, നമുക്ക് പണത്തിനൊക്കെ ഒരു ലിമിറ്റുണ്ടല്ലോ. എനിക്ക് തോന്നിയിരിക്കുന്നത് യൂസഫലിയേക്കാളും സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾ ഞാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം എന്തോരം ടെൻഷൻ പിടിച്ചു ഇത്രയും പണം. ആത്യന്തികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ലിമിറ്റഡ് നീഡ്സ്, ലിമിറ്റഡ് വാണ്ട്സ് ആണുള്ളത്. പിന്നെ നമ്മൾ വലിയ ലക്ഷറി ഒന്നും പഠിക്കാതിരിക്കുകയാണ് കുട്ടികൾക്കും നല്ലതെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ ചോദിച്ചു ഒന്നുകൂടെ, സാറിൻ്റെ വൈഫ് അങ്ങനെ നമുക്കത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് വയ്ക്കാൻ ഒരുപക്ഷെ അവർക്ക് താങ്കളിലുള്ളൊരു സ്വാധീനവും കൂടെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അവരെങ്ങനെയാണ് താങ്കളുടെ ലൈഫിനെ സ്വാധീനിക്കുന്നത്? തീർച്ചയായിട്ടും. വെച്ചാൽ ഇങ്ങനെ ഈ ഓടി നടക്കുന്നിടത്ത് എന്നും കംപ്ലൈൻറ്റുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരാൾക്കും ഒരു ഭർത്താവിനും ഹാപ്പിനെസ് കിട്ടില്ല, ചെയ്യാൻ പറ്റില്ല. ഒരു ഫാമിലിയിൽ നിന്ന് നമുക്കൊരു ബാക്കപ്പ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സക്സസ് വളരെ ചിലപ്പം വലുതാവുമായിരിക്കും, പക്ഷെ അതൊരു നൈഷമികമായിരിക്കും. കുറച്ച് കഴിയുമ്പം ആൾ തന്നെ റിഗ്രറ്റ് ചെയ്യും. ഈ ഫാമിലിയെ നമുക്കൊരു വലിയ സപ്പോർട്ട് ബേസാണ്. ഒരു ആളാണല്ലോ ഈ പൈസ, എനിക്ക് ശമ്പളം കിട്ടിയാൽ ഞാൻ കൊണ്ടുപോയി വൈഫിൻ്റെ കൊടുക്കും. അതും രസകരമാണ് കേട്ടോ, ശമ്പളം കൊണ്ട് വൈഫിൻ്റെ ആളാണ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഒരു ഞാൻ പോലും എൻ്റെ ഒരു ഡ്രസ്സ് പോലും ഞാൻ മേടിക്കാറില്ലായിരുന്നു. അതെല്ലാം ആളാണ് മേടിച്ചു. അന്നേരം ഈ കംപ്ലീറ്റ് ഒരു ബാക്കിങ് ഫാമിലിയിൽ നിന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആര് നോക്കിയോളൂ, ആരൊക്കെ ഇത്തിരി സക്സസ് നമുക്ക് പറയാമെന്നുള്ള അവരുടെയൊക്കെ ഫാമിലി എന്നുള്ളൊരു ബാക്കിങ് ട്രെമൻഡസ് ആണ്. പിന്നെ നമ്മൾ ആകെ ഇവരുമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെന്നും പ്രാർത്ഥിക്കും. അതൊക്കെ ഒരു വലിയ സ്വാധീനമാണ്. നമ്മൾ ഐക്യത്തിനും ഒരു ഇതാണ്. എന്നും നമ്മൾ കുർബാന കൂടും. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വലിയൊരു ഫാക്ടറായിട്ട് മാറും. ഞാൻ പെട്ടെന്ന് നാൾ വഴി അങ്ങ് അവസാനിപ്പിക്കുമ്പം സാറ് പിന്നീട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ MD ആയി, സ്പൈസസ് ബോർഡിൻ്റെ MD ആയി, എല്ലായിടത്തും ഒരു പുതിയ മാറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളൊരു വാർത്തയുണ്ട്, സാറിനെ കേരളം മറ്റ് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ മെട്രോ റെയിൽ പോലുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സാറത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഒരുപക്ഷെ എയർപോർട്ടിൽ നിന്ന് മാറി പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് വരാനുള്ള സമയത്തൊക്കെയാണ് സാറിനോട് അതൊക്കെ ആവശ്യപ്പെട്ടത്.
സാറ് പറഞ്ഞൊരു കാരണം എനിക്ക് ഇനിയൊരു പുതിയ റിസ്ക് എടുക്കുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ ജീവിതം മുഴുവൻ റിസ്ക് എടുത്ത ആളാണ് സാർ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ അവസാന സമയമൊക്കെ ആയപ്പോൾ ഇങ്ങനത്തെ ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് സീരിയസ് ആയിട്ട് ഏൽപ്പിക്കുമ്പോൾ വേണ്ടെന്ന് വെക്കാൻ കാരണം? ഈ മെട്രോയെ പറ്റി എനിക്ക് അന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ഇന്നും അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. കേരളം പോലൊരു സ്ഥലത്ത്, കൊച്ചി പോലൊരു സ്ഥലത്ത് ശ്രീധരൻ സാർ വളരെ ലോക പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ അന്നും ഇന്നും വിശ്വസിച്ചിരുന്നു മെട്രോ ഒരു കേരളത്തിൻ്റെ ഒരു പ്രശ്നപരിഹാരമല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞ വേറൊരു കോൺസെപ്റ്റായിരുന്നു. അദ്ദേഹമാണ് എന്നോട് നിർബന്ധിച്ച്. ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് അതുപോലെ ശ്രീധരൻ സാറുമായിട്ട് എനിക്ക് വലിയ ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ നമുക്ക് വിശ്വാസമില്ലാത്തൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്താൽ അത് ശരിയാവുമെന്ന് വിശ്വസിച്ചിരുന്നു. ഞാനതിന് പകരം പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇതായിരുന്നു. ഈ അവസാനം അൾട്ടിമേറ്റ്ലി 5500 കോടി രൂപയായി ഈ മെട്രോ ചെയ്തപ്പോൾ. എന്തുകൊണ്ടാണ് നമ്മൾ മെട്രോ ചെയ്യുന്നത്? ഇവിടുത്തെ ട്രാൻസ്പോർട്ട് പ്രോബ്ലം തീർക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ചേർത്തലയിൽ നിന്ന് തുടങ്ങി ഈ വീഗാലാൻഡിൻ്റെ സൈഡിൽ കൂടെ പോയി ഒരു ബൈപ്പാസ് ചെയ്താൽ മാത്രം തീരാവുന്ന വിഷയമുള്ളൂ. ഒരു 100 അതായത് കുറച്ച് പാടശേഖരത്തിൽ കൂടെ ആകാം, ഒരു 100-150 മീറ്റർ വീതിയിൽ ഒരു എക്സ്പ്രസ് ഹൈവേ പോലെ ഒരു ബൈപ്പാസ് പോലെ കൊടുക്കുക. എറണാകുളത്തിനൊരു ബൈപ്പാസ് കൊടുത്താൽ ഈ തൃശ്ശൂർക്ക്, ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന ആൾ എന്തിനാണ് എറണാകുളം സിറ്റി കൂടെ കയറി വരുന്നത്? അന്നേരം ഈ അങ്കമാലിക്ക് അപ്പുറത്ത് പൊങ്ങോ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ 4000 കോടി രൂപയ്ക്ക് ഈ പരിപാടി തീരുമായിരുന്നു. ശാശ്വത പരിഹാരം. മെട്രോയുടെ എന്ന് വെച്ചാൽ നമ്മൾ ആ മെട്രോ കയറുന്നതിന് മാത്രമേ അഡ്വാൻറ്റേജ്. ഇത് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ ആ ഒരു സൈഡിൽ കൂടെ ഒരു കനാൽ വരുമായിരുന്നു. എനിക്കും സാധാരണക്കാരനായ എനിക്ക് പോലും ഒരു ആദ്യം സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ, പിന്നെ എനിക്കൊരു കാറ് വേണമെന്ന് പറയും. ഞാൻ ഒരിക്കലും ഒരു ഫോറിൻ കൺട്രി പോലെ ഒരു മെട്രോ റെയിലിലെ ഇതിനെപ്പറ്റി എൻ്റെ ആഗ്രഹം സ്വന്തം കാറാണ്. ആ സ്വന്തം കാറുണ്ടെങ്കിൽ എൻ്റെ കുടുംബമായിട്ട് എനിക്ക് യാത്ര ചെയ്യണമെന്നുണ്ട്. എൻ്റെ ഒരു തോന്നൽ ആ സൈക്കോളജി മനസ്സിലായില്ല എന്നാണ്. എന്നുവെച്ചാൽ ശ്രീധരൻ സാർ ഇത് ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെതായ ഒരു സിറ്റി, ഡൽഹി പോലെ സിറ്റിക്ക് അത് അനുയോജ്യമായിരുന്നു. കേരളം പോലെ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ളൊരു കെട്ടിടങ്ങളുള്ള അല്ലെങ്കിൽ സ്ഥലങ്ങളുള്ളൊരു സ്ഥലത്ത് ഇപ്പം എനിക്ക് മെട്രോയിൽ കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ കാക്കനാടിൽ നിന്ന് ബസ് പിടിച്ച് അല്ലെങ്കിൽ സ്കൂട്ടർ എടുത്ത് പാലാരിവട്ടത്ത് ചെന്നിട്ട് വേണം എനിക്ക് ആലുവയ്ക്ക് പോകാനായിട്ട്. അതിന് ആ സമയം കൊണ്ട് ഞാൻ ഒരുപക്ഷെ കാക്കനാട്ടിൽ നിന്ന് ഞാൻ ആലുവയ്ക്ക് സ്കൂട്ടറിൽ പോകും. ആ ഒരു എയർപോർട്ട് റോഡ് കിടക്കുകയല്ലേ. അന്നേരം ഞാൻ അന്ന് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞൊരു കോൺസെപ്റ്റ്, 4000 കോടി രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊരു വലിയൊരു കോറിഡോറായിട്ട് 100-150 പാടശേഖരമായത് കാരണം വലിയ അതെല്ലാം ലാൻഡുകളാണ്, വെറുതെ വെള്ളം കിടക്കുന്നത്. അതിനെ നമുക്ക് ഡ്രഡ്ജ് ചെയ്ത് കനാൽ വെട്ടി ഡ്രഡ്ജ് ചെയ്ത് ഒരു പുതിയ റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലും എഫക്റ്റീവ് ആവുമെന്ന് പറയും. പക്ഷേ ഗവൺമെൻറ് അതങ്ങോട്ട് കമ്മിറ്റ് ചെയ്തു പോയി. ശ്രീധരൻ സാറുമായിട്ടും അദ്ദേഹമായിട്ട് ഇത് ഈ മെട്രോയിലേക്ക് അങ്ങ് കമ്മിറ്റ് ചെയ്തു പോയി. എന്നോട് പറഞ്ഞു ഇത് ഇറ്റ്സ് ടു ലേറ്റ് ഇൻ ദ ഡേ. ഞാൻ പറഞ്ഞു സാറേ എനിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് പോയത്. മെട്രോ ഒരു ഫിയറിനേക്കാളും കൂടുതൽ എനിക്ക് അതിൻ്റെ ഒരു യൂട്ടിലിറ്റി അതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ 2003 ഞങ്ങളൊരു ഈ എക്സ്പ്രസ് ഹൈവേ പറഞ്ഞതാണ്. അന്ന് ഈ ചില ആൾക്കാരെ എതിർത്തില്ലായിരുന്നുവെങ്കിൽ വെറും 9000 പേരെ മാത്രം ഡിസ്റ്റർബ് ചെയ്ത് ഈ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ നമ്മളൊരു പുതിയ എക്സ്പ്രസ് ഹൈവേ 60 മീറ്റർ സംസ്ഥാനത്ത് രണ്ടായി അന്നേരം അത് റെയിൽവേ അല്ലെങ്കിലും പിളർത്തുന്നില്ല, അതൊന്നും ആൾക്കാർ നോക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയത് അതുകൊണ്ടായിരുന്നു എനിക്ക് ഈ മെട്രോയിലേക്ക് ഞാൻ ആ കോൺസെപ്റ്റിനോട് യൂറോപ്പിൽ ഇത് നല്ലതാണ് വെച്ചാൽ നമ്മൾ തിക്കായിട്ട് താമസിക്കുന്ന സ്ഥലം, ഡൽഹി താമസം വെച്ചാൽ നമ്മൾ ഓരോ ഫ്ലാറ്റ് സംബന്ധിച്ച് നമുക്കതില്ല ഇവിടെ. അന്നേരം അതിലേക്ക് എനിക്ക് മറ്റേതാണെങ്കിൽ ആ സ്റ്റേഷനിലേക്ക് എനിക്ക് നടന്നു പോകാം. ഇതെനിക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ എടുത്ത് വേണം ഞാൻ പോകാനായിട്ട്. പിന്നെ എയർപോർട്ടിലേക്ക് വരുന്നതിന് എല്ലാവരും പറഞ്ഞു എതിർക്കും. ആക്ച്വലി എയർപോർട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എറണാകുളം സിറ്റിയിൽ നിന്ന് വരുന്ന 5% ആൾക്കാരേ ഉള്ളൂ. NRIക്കാരെന്ന് പറഞ്ഞാൽ അയാൾക്ക് ബാഗുണ്ട്, അയാളെ കയറ്റിവിടാനായിട്ട് ഒരു ആൾക്കാർ സെറ്റ് വരുന്നു, തിരിച്ചു വിളിക്കാൻ. അന്നേരം അതിന് എനിക്കൊരിക്കലും അത് ഒരു ഞാൻ പറയുന്നതിന് എല്ലാം ശരിയാണോന്നില്ല. എൻ്റെ ഒരു വീക്ഷണം മെട്രോ കേരളത്തിന് അത്ര സാറ് ചെയ്തതിൽ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ സാർ ഈ ഒരു ഉത്തരവാദിത്ത യോജനയിടയ്ക്ക്?
എനിക്കും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതായത് റിഗ്രറ്റ് ഇല്ല. ഒരു റിഗ്രറ്റ്. കാരണം എനിക്ക് എന്നൊരു ഞാൻ എന്നും എടുത്തു പറയുന്നൊരു ഞാൻ ഭയങ്കര ഒരു ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ ഒരു ഈശ്വരാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ഒരു എപ്പോഴും ഒരു മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് പറയുന്നതിനോട് ചേർത്ത് സാറിനെക്കുറിച്ചുള്ള ഒരു അലിഗേഷൻ, സാറ് എല്ലാ ചൊവ്വാഴ്ചകളിലും അന്തോണിസുമണികളുടെ നൊവേന മുടക്കാറില്ലെന്നുള്ളതാണ്. ഇവിടെ ഉണ്ടെങ്കിൽ കലൂർക്ക് പോകും, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കും. സാറിനെപ്പോൾ ഇത്രയും വിദ്യാഭ്യാസവും അറിവുള്ള ഒരാൾ ഇത്ര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിശ്വാസിയായിട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ജെനുവിനായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ 1982 തൊട്ടിട്ട് ഈ കലൂര് പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എനിക്ക് IAS കിട്ടിയ സെൻറ്റ് ആൻ്റണിയുടെ ഒരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇന്നും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാന, അല്ലെങ്കിൽ ഇപ്പം കോവിഡ് ആയാലും പള്ളി പോകാൻ പറ്റില്ല, ഞാൻ TV കാണും. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് എല്ലാ ദിവസവും നൊവേന ചെല്ലുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ വിശ്വാസമാണത്. അത് ഒരു ആർക്കും അതിനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിനെ ചോദ്യം പറ്റില്ല. ഞാൻ ജെനുവിനായിട്ട് വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു. ഇത്രയും നിലയിലായിരുന്ന സമയത്ത് പോലും ഞാൻ എന്നും ഒരു മുണ്ടെടുത്ത് ആ കല്ലൂര് പള്ളിയിൽ ഞാനൊരു 1982 തൊട്ടിട്ട് അവിടെ പോകുന്നതാണ്. പിന്നെ കുറച്ച് നാൾ ഞാൻ മൂവാറ്റുപുഴയ്ക്കായിരുന്ന സമയത്ത് പറ്റിയിരുന്നില്ല. 91 എറണാകുളം കളക്ടറായിട്ട് വന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ സ്വന്തം കാർ ഓടിച്ച് ഞാൻ അവിടെ വന്ന് നൊവേന കൂടുന്നത്. അത് ഈ പള്ളി ഈ കോവിഡ് വരുന്ന പൂട്ടുന്നവരെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും പോകുന്നൊരു വ്യക്തിയാണ്. അതിലെനിക്ക് സന്തോഷം, അഭിമാനമാണോ ഉള്ളത്. കുടുംബജീവിതത്തിലുള്ള വലിയ ആഴമായ താല്പര്യവും ആർക്കും ജീവിതത്തിൻ്റെ സക്സസ്സിന് ഒരു പ്രതിബന്ധം അല്ലെന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ചർച്ച എന്നെ കൊണ്ടെത്തിച്ചത്. ജീവിതത്തിൽ എല്ലാ ഉയരത്തിലെത്തുമ്പോഴും ഒരു സാധാരണക്കാരൻ്റെ മനസ്സ് സൂക്ഷിക്കുക, വളരെ നിഷ്കളങ്കമായ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും കാണുക, വലിയ സ്ട്രെസ്ഫുൾ അല്ലാതെ വളരെ ശാന്തതയോടുകൂടി എല്ലാ ചലഞ്ചസിനെയും നേരിടുക. ഒരുപക്ഷെ വിജയിച്ച പല ആളുകളുടെയും ജീവിതത്തിൽ കാണാത്ത ഒന്നാണത്. നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നൊരു വിജയിച്ച മനുഷ്യൻ്റെ കഥയാണ്. അദ്ദേഹം ഇനി ഒരു കർഷകനാകും, ഒരു നല്ല കർഷകനായി അറിയപ്പെടും. പക്ഷെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, സ്വപ്നമുണ്ട്. സാറിന് ഇത്രയും കാലം കൊണ്ട് കിട്ടിയ വലിയ അറിവുകൾ ഒരു പുതിയ തലമുറയ്ക്ക് കൂടുതൽ കോൺഫിഡൻസോട് കൂടി ജീവിക്കാൻ കാരണമാകാൻ ഉതകുന്ന തരത്തിൽ അങ്ങയുടെ ജീവിതം മാറ്റിവെക്കണം. ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഞങ്ങളെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഉത്തേജിപ്പിച്ച, സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് വലിയ മാതൃകൾ തന്ന ശ്രീ വിജയ് കുര്യന് ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി. താങ്ക് യു.